ഒരു മതേതര രാജ്യത്തെ ന്യായാധിപൻ യാതൊരു മുൻവിധിയുമില്ലാതെ തെളിവുകളുടെയും പ്രമാണങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഈ ആയത്തുകൾ പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട ഒരു പച്ചയായ സത്യമുണ്ട്. ഈ ഖുർആൻ ആയത്തുകൾ മനുഷ്യരാശിക്ക് ഹാനികരമാണെന്നും മനുഷ്യർക്കിടയിൽ വിദ്വേഷം ഉളവാക്കുന്നതാണെന്നും സമൂഹത്തിൽ ഭിന്നതകൾ സൃഷ്ടിക്കുന്നതാണെന്നുമാണ് കോടതി കണ്ടെത്തിയത്. ഇത് ഞാൻ പറയുന്നതല്ല, ഈ തെളിവുകൾ പരിശോധിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം ഇന്ത്യയിലെ ഒരു കോടതി ഔദ്യോഗികമായി രേഖപ്പെടുത്തിയതാണ്. അതായത് കോടതി വിധിയാണ്, ഇതൊരു ജഡ്ജ്മെന്റാണ്. ജഡ്ജ്മെന്റിൽ നിന്നാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ സത്യങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ വിളിച്ചു പറയുമ്പോൾ പതിവ് പോലെ ദാവാക്കാരും അവരുടെ കൂലിക്കാരനായ രാഹുൽ ഈശ്വറും എന്തായിരിക്കും പറയാൻ പോകുന്നത് എന്ന കാര്യം എനിക്കറിയാം. ഇത് നിങ്ങൾ സന്ദർഭത്തിൽ നടത്തിയെടുത്തതാണ്, ഇതൊക്കെ യുദ്ധകാലത്ത് ഇറങ്ങിയതാണ്, നിങ്ങൾ ഇസ്ലാമോഫോബിയ പരത്തുകയാണ് എന്നൊക്കെയുള്ള സ്ഥിരം ന്യായീകരണങ്ങളുമായി ഉമ്മാരിറങ്ങും. രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോടതി ഇതിനെക്കുറിച്ച്, ഈ ആയത്തുകളെ കുറിച്ച് നിങ്ങൾ വന്നൊന്ന് വിശദീകരണം തരണം എന്ന് പറഞ്ഞപ്പോൾ ഒറ്റൊരുത്തിനും പോയില്ല കേട്ടോ. അന്ന് 1986 കോടതി ഇവരെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഒറ്റ ഒരുത്തം പോയിട്ട് ഇപ്പം ഈ പറയുന്ന ന്യായീകരണം ഉണ്ടല്ലോ നമ്മുടെ അടുത്തൊക്കെ, അങ്ങനെയുള്ള ഒന്നും പറഞ്ഞില്ല, അങ്ങോട്ട് പോയതേ ഇല്ല, ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല അവർ പേടിച്ചിട്ട്. പക്ഷെ നമ്മൾ ഈ ആയത്തുകളൊക്കെ പറഞ്ഞ് അപ്പോൾ വന്നിട്ട് ന്യായീകരിക്കും. അപ്പം അങ്ങനെ ന്യായീകരിക്കാൻ വരുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമാണ്: ഇസ്ലാമിക പ്രമാണങ്ങളിലെ ഇതുപോലെയുള്ള അക്രമ ആഹ്വാനങ്ങൾ തുറന്നു കാട്ടുന്നത് ഒരിക്കലും ഇസ്ലാമോഫോബിയ അല്ല. മറിച്ച് ഡൽഹി മെട്രോപൊളിറ്റൻ കോടതിയുടെ വിധിയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഇന്ത്യൻ പൗരന്റെ, ഏതൊരു ഇന്ത്യൻ പൗരന്റെയും ഉത്തരവാദിത്വവും ന്യായമായ വിമർശനവുമാണ് അത്. തങ്ങളുടെ വിശ്വാസത്തിന് പുറത്തുള്ളവരെ കൊല്ലാനും കൊള്ളയടിക്കാനും അവരോട് വിദ്വേഷം വെച്ചു പുലർത്താനും ഒരു മതഗ്രന്ഥം ആഹ്വാനം ചെയ്യുന്നുണ്ടെങ്കിൽ അത് മൂടി വയ്ക്കാൻ ആര് ശ്രമിച്ചാലും ഞങ്ങളത് തുറന്നു കാട്ടുക തന്നെ ചെയ്യും. സ്വന്തം അയൽക്കാരനെ പോലും വിശ്വാസത്തിന്റെ പേരിൽ ശത്രുവായി കാണാൻ പഠിപ്പിക്കുന്ന ഖുർആനിലെ ആ ആയത്തുകൾ നമുക്ക് നേരിട്ടൊന്ന് പരിശോധിച്ച് നോക്കാം. അവയെ കോടതി എങ്ങനെ വിലയിരുത്തി എന്ന് നിയമത്തിന്റെ കണ്ണിലൂടെ മനസ്സിലാക്കാം. നമുക്ക് നേരെ ജസ്റ്റിസ് ലോഹത്ത് നടത്തിയ വിധി പ്രസ്താവനയിൽ പറഞ്ഞ ആ 24 ആയത്തുകളുടെ വിശകലനത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ആയത്ത് അദ്ദേഹം കണ്ടെത്തിയത് സൂറ 9:5. അങ്ങനെ ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ ആ ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ കണ്ടെത്തിയടത്ത് വെച്ച് കൊന്നുകളയുക, അവരെ പിടികൂടുകയും വളയുകയും അവർക്ക് വേണ്ടി പതിയിരിക്കാവുന്നിടത്തെല്ലാം പതിയിരിക്കുകയും ചെയ്യുക. ഇനി അവർ പശ്ചാത്തപിക്കുകയും നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സക്കാത്ത് നൽകുകയും ചെയ്യുന്ന പക്ഷം നിങ്ങൾ അവരുടെ വഴി ഒഴിവാക്കി കൊടുക്കുക. തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. സൂറ 9:5. ഇതാണ് കുപ്രസിദ്ധമായ വാളിന്റെ ആയത്ത്, ആയ ഓഫ് സ്വാഡ് എന്ന് പറയും, വാളിന്റെ ആയത്ത്. ഇസ്ലാമിക ചരിത്രത്തിൽ മദീന കാലഘട്ടത്തിന്റെ അവസാനത്തിൽ, അതായത് ഹിജ്റ 9-ാം വർഷത്തോടുകൂടെ ആ സമയത്ത് ഇറങ്ങുന്നതാണ് ഈ സൂറ തൗബ എന്ന് പറയുന്നത്. മുഹമ്മദും സ്വഹാബിമാരും ചതിയും വഞ്ചനയും ഉപയോഗിച്ച് മക്ക പിടിച്ചടക്കിയ ശേഷം അറേബ്യൻ ഉപദ്വീപിൽ നിന്ന് അമുസ്ലിങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ആയത്തും ഈ സൂറയും അവതരിക്കുന്നത്. അതുവരെ നിലനിന്നിരുന്ന എല്ലാ സമാധാന കരാറുകളും, അതായത് അമുസ്ലിങ്ങളുമായിട്ടുണ്ടാക്കിയിരുന്ന എല്ലാ സമാധാന കരാറുകളും ഏകപക്ഷീയമായി റദ്ദാക്കിക്കൊണ്ട് ബഹുദൈവാരാധകർക്ക് ഇസ്ലാം സ്വീകരിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന 2 ചോയ്സുകൾ മാത്രം നൽകുന്നതാണ് ഈ സന്ദർഭം. ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ എന്ന് പറയുന്നുണ്ടല്ലോ, വിലക്കപ്പെട്ട മാസങ്ങൾ ഇസ്ലാമിന് മുമ്പുള്ള കാലത്തെ അറബികൾ, ഇസ്ലാമിന് മുമ്പ് മാത്രമല്ല ഇസ്ലാമിലും പിന്നീട് അത് വരുന്നുണ്ട്. അപ്പോൾ ഏതായാലും ആ സമയത്തുള്ള അറബികൾ ഈ 4 മാസങ്ങൾ യുദ്ധം വിലക്കപ്പെട്ട മാസങ്ങളായിട്ട് ആദരിച്ചിരുന്നു, അവരങ്ങനെ കണ്ടിരുന്നു. ഇത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എപ്പോഴും ഉമ്മാരടിയാണ്. അറബികൾ, ഈ ഗോത്രമാണ് അവർക്ക് പ്രധാനം. വൈരത്തിന്റെ പേരിൽ, ഗോത്രവൈരങ്ങളുടെ പേരിൽ എപ്പോഴും യുദ്ധമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പറഞ്ഞ് നിസ്സാര കാര്യങ്ങൾക്ക് യുദ്ധമാണ്. അപ്പൊ അങ്ങനെ യുദ്ധം വരുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് അവിടെ ഭക്ഷണമില്ല, മരുഭൂമിയാണല്ലോ. അപ്പൊ ഈന്തപ്പഴം ഉണ്ടാവും. ഈ ഈന്തപ്പഴം കൊണ്ടുപോയിട്ട് സിറിയയിലും മറ്റുമൊക്കെ, ഡമാസ്കസിലും മറ്റുമൊക്കെ കൊണ്ടുപോയി കൊടുക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് ധാന്യങ്ങൾ വാങ്ങിക്കൊണ്ടുവരിക, ഗോതമ്പ് മറ്റു സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവരികയാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇത് ചെയ്യണം, ഈ കച്ചവടം വേണം അവർക്ക്. എപ്പോഴും യുദ്ധമാണെന്നുണ്ടെങ്കിൽ പ്രശ്നമാണ്. കച്ചവടത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ട് പോകുമ്പോഴോ തിരിച്ചു വരുമ്പോഴൊക്കെ ആക്രമിക്കപ്പെടാം. അപ്പം അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ തീരുമാനിച്ചത് 4 മാസങ്ങൾ, ദുൽഖത്ത്, അതുപോലെ ദുൽഹിജ്ജ, മുഹറം, റജബ്. അപ്പം ഇങ്ങനെ ഈ 4 മാസങ്ങൾ യുദ്ധം ചെയ്യാൻ പാടില്ല, സമാധാനത്തിന്റെ മാസങ്ങളായിരിക്കണം. കാരണം കൊണ്ട് യുദ്ധം ചെയ്യരുത്.
അപ്പൊ അതിനെക്കുറിച്ചാണ് ഈ പറയുന്നത്. അത് യുദ്ധം വിലക്കപ്പെട്ട മാസങ്ങളാണ്. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾ ബഹുദൈവ വിശ്വാസികളെ കണ്ടെത്തിയിടത്ത് വെച്ച് കൊന്നുകളയാനും അവർക്കെതിരെ പതിയിരിക്കാനും അവരെ വളയാനും ഒക്കെ ഇതിൽ ആഹ്വാനം ചെയ്യുന്നത്. ഈ ആഹ്വാനം കൃത്യമായി ഇപ്പോഴും പാലിക്കുന്നത് അൽ ഖ്വയ്ദയിലുള്ള മുസ്ലിങ്ങളാണ്. അവർ ഈ 4 മാസങ്ങളിൽ ഇസ്ലാമിക ഭീകരാക്രമണം, അതായത് ജിഹാദ് നടത്താറില്ല. 4 മാസം, ബാക്കിയുള്ള 8 മാസങ്ങളിലേ നടത്തുള്ളൂ. എന്നാൽ ഇതങ്ങനെയല്ല എന്ന് പറയുന്ന മുസ്ലിങ്ങളുണ്ട് കേട്ടോ. കാരണം ഇസ്ലാമിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ 1ാമത്തെ യുദ്ധം തന്നെ യുദ്ധം നിഷിദ്ധമായ ഈ മാസത്തിലായിരുന്നു, ഈ വിലക്കപ്പെട്ട മാസങ്ങളില്ല. അതിനാണ് ആദ്യത്തെ യുദ്ധം തന്നെ നടത്തുന്നത്, ഇസ്ലാമിന്റെ ആദ്യത്തെ യുദ്ധം. അപ്പൊ അവർ പറയുന്നത് ഇത് റദ്ദ് ചെയ്യപ്പെട്ടതാണ്, നസ്ക് ചെയ്യപ്പെട്ടതാണ്, ഇങ്ങനെ ഒരു സംഗതി ഇല്ല, ഇപ്പൊ നമുക്കില്ല, മുമ്പുണ്ടായിരുന്നു, ജാഹിലിയ കാലഘട്ടത്തിലാണ്, ഇന്ന് നമ്മളത് പാലിക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടാണ് വേറെ ഗ്രൂപ്പുകൾ ഈ 12 മാസവും ജിഹാദ് നടത്താൻ തയ്യാറാകുന്നത്. എന്നാൽ അൽ ഖ്വയ്ദ അങ്ങനെയല്ല, അവർ 4 മാസം ഒഴിവാക്കും. ഓക്കെ, ഈ ജസ്റ്റിസ് ലോഹത്ത് തന്റെ വിധിന്യായത്തിൽ ഖുർആൻ അന്യമത വിദ്വേഷവും കൊലപാതകവും പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറയാനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഈ ആയത്ത്. വെറുതെ ഒരാളെ കൊല്ലാനല്ല, മറിച്ച് അന്യമതസ്ഥരെ കണ്ടെത്തിയിടത്ത് വെച്ച് കൊന്നുകളയാനും അവർക്ക് വേണ്ടി പതിയിരിക്കാനുമാണ് ഖുർആൻ ആഹ്വാനം ചെയ്യുന്നത്. അപ്പൊ ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അവർ ഇസ്ലാം മതം സ്വീകരിക്കുകയും, അതായത് പശ്ചാത്തപിക്കുക എന്ന് പറയുന്നുണ്ടല്ലോ, തൗബ ചെയ്ത് മടങ്ങുക, അതാണ് പറയുന്നത്. അപ്പൊ ഇസ്ലാം മതം സ്വീകരിക്കണം, പിന്നെ ഇസ്ലാമിക പ്രാർത്ഥനകൾ നടത്തണം, നമസ്കാരം നിർവഹിക്കണം എന്ന് പറയുന്നുണ്ടല്ലോ, നിസ്കാരം, സക്കാത്ത് നൽകുകയും വേണം. അതായത് മുസ്ലിം ആകണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അമുസ്ലിമിന് ഈ ഭൂമിയിൽ സമാധാനമായി ജീവിക്കണമെങ്കിൽ അവൻ മതം മാറി മുസ്ലിം ആകണമെന്നാണ് ഖുർആൻ പറയുന്നത്. സൂറ 9:5. മനുഷ്യന്റെ മതസ്വാതന്ത്ര്യത്തെയും ജീവിക്കാനുള്ള അവകാശത്തെയും ഇതിലും പച്ചയായി ഹനിക്കുന്ന മറ്റൊരു വാചകമില്ല. ഈ ആയത്ത് നിലനിൽക്കുന്നിടത്തോളം കാലം ലോകത്ത് സമാധാനം ഉണ്ടാകില്ല എന്ന പ്രതികളുടെ വാദം 100% ശരിയാണെന്ന് കോടതിക്ക് ബോധ്യപ്പെടാൻ ഈ ഒരൊറ്റ ആയത്ത് തന്നെ ധാരാളമായിരുന്നു. അവർ പറഞ്ഞ 24 ആയത്താണ് കേട്ടോ. 24 ആയത്തുകൾ ഖുറാനിലുള്ള കാലത്തോളം ഇന്ത്യയിലാകട്ടെ ലോകത്താകട്ടെ അല്ലെങ്കിൽ മുസ്ലിങ്ങളുള്ള ഏത് സ്ഥലത്താകട്ടെ അവിടെ മറ്റു മനുഷ്യരുമായിട്ട് സമാധാനം ഉണ്ടാവുകയില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ കോടതിക്ക് ഈ ഒരൊറ്റ ആയത്തിൽ നിന്ന് തന്നെ കാര്യം മനസ്സിലായി. ഈ ഭാരതീയ ന്യായ സംഹിത എന്നൊക്കെ പറഞ്ഞത് ഇപ്പൊ വന്നതാണല്ലോ, 2004 ജൂലൈ 1 മുതലാണ് അത് വരുന്നത്. അപ്പൊ അതിനു മുമ്പ് ജസ്റ്റിസ് ലോഹട്ട് ഈ വിധി പ്രഖ്യാപിക്കുന്ന സമയത്ത് ഇന്ത്യൻ ശിക്ഷാ നിയമമാണ്, IPC, ഇന്ത്യൻ പീനൽ കോഡാണ് നിലവിലുണ്ടായിരുന്നത്. ഡൽഹി മെട്രോപൊളിറ്റൻ കോടതിക്ക് മനസ്സിലായി സൂറ 9:5 ഇന്ത്യൻ പീനൽ കോഡിന്റെ പല വകുപ്പുകളുടെയും നഗ്നമായ ലംഘനമാണെന്നുള്ളത്. ആ നിയമലംഘനങ്ങൾ ഏതാണെന്ന് കൂടി നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. മതങ്ങൾക്കിടയിൽ ശത്രുത വളർത്തൽ, IPC 153A. അതായത് വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ പരസ്പരം വിദ്വേഷവും ശത്രുതയും ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത് ഈ വകുപ്പ് പ്രകാരം കുറ്റകരമാണ്. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേക വിഭാഗത്തെ, അതായത് ബഹുദൈവ വിശ്വാസികളെ കണ്ടെത്തുന്നിടത്ത് വെച്ച് കൊന്നുകളയാനും അവർക്കായി പതിയിരിക്കാനുമുള്ള ആഹ്വാനം സമൂഹത്തിലെ മതസൗഹാർദ്ദം തകർക്കുന്നതിനും വിഭാഗീയത സൃഷ്ടിക്കുന്നതിനും കാരണമാകുന്ന ഒന്നാണ്. ഈ വകുപ്പ് ലംഘിച്ചാൽ 3 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കാം. ആരാധനാലയങ്ങളിലോ മതപരമായ ചടങ്ങുകളിലോ വെച്ചാണ് ഈ കുറ്റം ചെയ്യുന്നതെങ്കിൽ ശിക്ഷ പിന്നെയും കൂടും. 5 വർഷം വരെ തടവും അതനുസരിച്ച് പിഴയും ശിക്ഷയായിട്ട് കിട്ടും. രണ്ടാമത്തത് കൊലപാതകത്തിന് പ്രേരിപ്പിക്കൽ, പിന്നെ വധഭീഷണിയും. അതായത് IPC 115 506 വധശിക്ഷയോ ജീവപര്യന്തമോ ലഭിക്കാവുന്ന ഒരു കുറ്റം ചെയ്യാൻ മറ്റൊരാളെ പ്രേരിപ്പിക്കുകയും ആ കുറ്റം നടക്കാതെ വരികയും ചെയ്താൽ പോലും, കുറ്റം അതാണെന്നൊന്നുമില്ല, പ്രേരിപ്പിച്ചു ശരി എന്നൊക്കെ പറഞ്ഞു പോയി, പക്ഷെ കുറ്റകൃത്യം ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഇത് തെളിയിക്കപ്പെട്ടാൽ ഈ പ്രേരിപ്പിച്ച ആളുണ്ടല്ലോ, പ്രേരിപ്പിച്ച ആൾക്ക് 7 വർഷം വരെ തടവും പിഴയും ലഭിക്കുമെന്നുള്ളതാണ് ഈ IPC 115 പറഞ്ഞിരിക്കുന്നത്, ഇന്ത്യ ശിക്ഷാ നിയമത്തിൽ അന്ന് 115ാമത്തെ വകുപ്പ്. അതുപോലെ സെക്ഷൻ 506 ആരെയെങ്കിലും അവരുടെ ശരീരത്തിനോ സ്വത്തിനോ പ്രശസ്തിക്കോ ഹാനി വരുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുന്നത് ഈ വകുപ്പ് പ്രകാരം കുറ്റകരമാണ്. ഇത് തന്നെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. സാധാരണഗതിയിലുള്ള ഭീഷണിയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഭീഷണിപ്പെടുത്തുന്നയാൾക്ക് 2 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ശിക്ഷ കിട്ടും. ഇനി ഗുരുതരമായ ഭീഷണിയുണ്ട്, അതായത് നിന്നെ തട്ടിക്കളയും, കുന്നുകളയും എന്ന് പറയുന്നത്. ഭീഷണി മരണമോ അല്ലെങ്കിൽ ഗുരുതരമായ പരിക്കോ, അതിന്റെ കൈയും കാലും ഞാൻ വെട്ടിക്കളയും എന്നൊക്കെ പറയുന്നത്. പിന്നെ വീടോ മറ്റോ ഒക്കെ തീ വെച്ച് നശിപ്പിക്കുന്നു പറയുന്നത്, അവന്റെ വസ്തുവകകൾ നശിപ്പിക്കുന്നു പറയുന്നത്. അതല്ലെങ്കിൽ ജീവപര്യന്തം തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങളുണ്ട്. അങ്ങനെയുള്ള കുറ്റങ്ങൾ ഞാൻ ചെയ്യും, നിന്റെ നേരെ ഞാൻ ചെയ്യും
എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള ഭീഷണിയാണെങ്കിൽ കുറ്റവാളിക്ക് 7 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കാം. അപ്പോൾ ഇവിടെ ഈ ആയത്തിൽ കൊന്നുകളയുക, വളയുക, പതിയിരിക്കുക തുടങ്ങിയ വാക്കുകൾ നേരിട്ട് നേരിട്ടുള്ള അക്രമത്തിന്റെ ആഹ്വാനവും വധഭീഷണിയുമായിട്ടാണ് നിയമം കാണുന്നത്. മതം മാറിയില്ലെങ്കിൽ കൊന്നുകളയും എന്ന അവസ്ഥ ഈ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 ഉണ്ട്, അനുച്ഛേദം 21, അന്തസ്സോടുകൂടെ ജീവിക്കാനുള്ള അവകാശം ഏതൊരു മനുഷ്യനും. അപ്പോൾ ആ ജീവിക്കാനുള്ള അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് ആർട്ടിക്കിൾ 21ന്റെ ലംഘനമാണ്. അതുപോലെ IPC 506 അത് ഭീഷണി. അപ്പോൾ ഇത് പ്രകാരം കടുത്ത കുറ്റമാണിത്. ഇതുവരെ ഞാൻ പറഞ്ഞതിൻ്റെ എല്ലാം ആകെ തുക എന്താണെന്ന് ചോദിച്ചാൽ വളരെ ലളിതമാണ്. ഇന്നത്തെ മതേതര ജനാധിപത്യ ഇന്ത്യയിൽ സൂറ 9:5 ഉണ്ടല്ലോ, വാളിൻ്റെ ആയത്ത്, ആ വചനം ഒരു വേദിയിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കാൻ, അത് പ്രായോഗികമാക്കാൻ അണികളോട് ആഹ്വാനം ചെയ്യാൻ ഒരു പണ്ഡിതനും സാധിക്കില്ല. ഇസ്ലാമിക പണ്ഡിതന്മാർക്കേ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല നിയമപ്രകാരം. ഇനി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് ഇന്ത്യൻ ഭരണഘടനയോടും നിയമവ്യവസ്ഥയോടുമുള്ള തുറന്ന യുദ്ധപ്രഖ്യാപനമായിട്ടായിരിക്കും സർക്കാരും കോടതിയും കാണുക. വിദ്വേഷ പ്രസംഗത്തിനും കൊലപാതക പ്രേരണയ്ക്കും ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തപ്പെട്ട് ഈ പറയുന്ന പണ്ഡിതന്മാര് അഴിക്കുള്ളിൽ കിടക്കേണ്ടി വരുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് നെഞ്ചുറപ്പുള്ള ഭരണാധികാരി ഇങ്ങനെയുള്ള ഇവരെ ഒന്നും പ്രീണിപ്പിക്കാൻ നടക്കാതെ നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്ന് പറയുന്ന അങ്ങനെയുള്ള ഭരണാധികാരികൾ ഉണ്ടെങ്കിൽ ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അല്ലാത്തടത്തൊന്നും കാര്യമില്ല കേട്ടോ. അപ്പം ഇത് നിങ്ങൾ ഞങ്ങളുടെ ക്രിസ്തീയ പശ്ചാത്തലവുമായിട്ടൊന്ന് ഒത്തുനോക്കണം. ഞങ്ങളുടെ സഭാ ഹാളുകളിലും അതുപോലെ കൺവെൻഷൻ നടത്തുമ്പോൾ അവിടെയൊക്കെ സ്റ്റേജിൽ നിന്ന് വിശ്വാസികളുടെ മുമ്പാകെ നെഞ്ചും വിരിച്ച് വളരെ ഉച്ചത്തിൽ ഞങ്ങൾക്ക് പറയാൻ സാധിക്കും, നിങ്ങൾ ബൈബിളിലേക്ക് മടങ്ങി വരൂ, 1-ാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനിത്വത്തിലേക്ക് മടങ്ങി വരൂ, യേശു ക്രിസ്തുവിന്റെയും അപ്പോസ്തലന്മാരുടെയും പാത പിന്തുടരൂ, അവരുടെ ജീവിത മാതൃകകൾ അതേപടി അനുകരിക്കൂ, അത് ജീവിതത്തിൽ പകർത്തു എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റും. ഇങ്ങനെ ഞങ്ങൾ എത്ര പ്രസംഗിച്ചാലും ഒരു പോലീസുകാരനും ഞങ്ങളെ തേടി വരില്ല, ഒരു കോടതിയും ഞങ്ങൾക്കെതിരെ കേസെടുക്കില്ല. കാരണം ഞങ്ങൾ അനുസരിച്ച് നടക്കുന്ന പുതിയ നിയമത്തിൽ ഈ രാജ്യത്തിന്റെ നിയമങ്ങളെ വെല്ലുവിളിക്കുന്നതോ അന്യമതസ്ഥരെ കൊല്ലാൻ പറയുന്നതോ ആയ യാതൊന്നുമില്ല. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു ആകട്ടെ, അത് യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരായ അപ്പോസ്തലന്മാരാകട്ടെ, അവരാരും ഈ ലോകത്തിലെ ഏതെങ്കിലും പരിഷ്കൃത രാജ്യത്തിലെ ഭരണഘടനയ്ക്കോ അല്ലെങ്കിൽ അവിടുത്തെ നിയമ സംവിധാനത്തിനോ വിരോധമായ രീതിയിൽ നടന്നിട്ട് ഞങ്ങൾക്ക് ദുർമാതൃക കാണിച്ചു തന്നിട്ടുമില്ല. മനസ്സിലായി? അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര ഉറപ്പോടുകൂടെ അത് പറയുന്നത്. ഭരണഘടനയ്ക്ക് പൂർണ്ണമായും വിധേയപ്പെട്ട് ജീവിക്കാനും ശത്രുവിനെ സ്നേഹിക്കാനുമാണ് ഞങ്ങളുടെ ഗ്രന്ഥത്തിൽ ഞങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഇവരുടെ ഈ ഇസ്ലാമിക പണ്ഡിതന്മാരുടെ അവസ്ഥ ആലോചിക്കുമ്പോൾ ശരിക്കും ചിരി വരുന്നുണ്ട്. ഇവര് സ്റ്റേജൊക്കെ കെട്ടി മൈക്കിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് വലിയ വായിൽ ഡയലോഗ് അടിക്കും. സഹോദരങ്ങളെ, നമ്മൾ 7-ാം നൂറ്റാണ്ടിലെ പ്രമാണങ്ങളിലേക്കും സ്വഹാബിമാരുടെ മാതൃകകളിലേക്കും മടങ്ങിപ്പോകണം, നബിചര്യ പിൻപറ്റണം എന്നൊക്കെ ഒരു ഡയലോഗ് അടിക്കും. സംഗതി ഇതിങ്ങനെ പ്രസംഗിക്കുമ്പോൾ, ഇവരൊക്കെ വലിയ കാര്യത്തിൽ പ്രസംഗിക്കുമ്പോഴും പ്രസംഗിക്കുന്നവന്റെ നെഞ്ച് കിടന്ന് പടപടായി ഇടിക്കുകയാണ്, കിടന്ന് ഇങ്ങനെ പിടിക്കുകയാണ്. കാരണം ഈ പണ്ഡിതൻ പറഞ്ഞത് കേട്ട് കോൾമയർ കൊണ്ട് ഏതെങ്കിലും ഒരു അനുയായി അത് അതേപടി ഫോളോ ചെയ്യാൻ തീരുമാനിച്ചാൽ, അതായത് മുഹമ്മദിനെയും സ്വഹാബിമാരെയും ഒക്കെ അതേപടി ഫോളോ ചെയ്യാൻ തീരുമാനിച്ചാൽ, പിന്നെ അവനെ നമ്മൾ തിരക്കി പോകേണ്ടത് ഒന്നുകിൽ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്കായിരിക്കണം, അല്ലെങ്കിൽ വിയൂർ സെൻട്രൽ ജയിൽ, അല്ലെങ്കിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ. അവിടെ സ്ഥിരതാമസമായിരിക്കും, ഉറപ്പാണ്. മുഹമ്മദിനെയൊക്കെ ഫോളോ ചെയ്യുന്നെങ്കിൽ അവിടെ ആയിരിക്കും. പിന്നെ കുറേയും കൂടി കടുപ്പിച്ച് ഫോളോ ചെയ്യാൻ തീരുമാനിച്ചാൽ, തലയ്ക്ക് ഇത് മൂത്തിട്ട് ഇത് ശരിക്കും തലയ്ക്ക് പിടിച്ചിട്ട് അത് അക്ഷരം പ്രതി ഫോളോ ചെയ്യാൻ തീരുമാനിച്ചാൽ ഇവിടെയോ അല്ല, ചിലപ്പോൾ തീഹാർ ജയിലിലൊക്കെ പോയി നോക്കേണ്ടി വരും. മനസ്സിലായ? കാരണം അന്വേഷിക്കാൻ വരുന്ന NIA ഒക്കെ ആയിരിക്കും. ഇപ്പൊ കേരളത്തിൽ അങ്ങനെ വന്നിട്ടുണ്ടല്ലോ. സൂറ 5:33 കുറച്ച് പേരോടെ ഫോളോ ചെയ്തിരുന്നു, കൈകളെയും കാലുകളെയും എതിർദിശയിൽ നിന്ന് വെട്ടിക്കളയുക എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് ആ തൊടുപുഴയിൽ ജോസഫ് മാഷിന്റെ കയ്യും കാലൊക്കെ വെട്ടിക്കളഞ്ഞില്ല എതിർദിശകളിൽ നിന്ന്. അപ്പൊ അതിനെ അന്വേഷിക്കാൻ വന്നതേ ലോക്കൽ പോലീസിന്റെ അന്വേഷണമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വന്നതുണ്ടല്ലോ NIA ആണ്. NIA ആ മുഹമ്മദിന്റെ ചര്യ പിൻപറ്റി കഴിഞ്ഞാൽ NIA വരും. ഖുറാനിലുള്ള അള്ളാഹുവിന്റെ കൽപ്പനകളോ ഹദീസുകളിൽ കാണുന്ന മുഹമ്മദിന്റെ നിർദ്ദേശങ്ങളോ സ്വഹാബിമാർ അന്യമതസ്ഥരോട് പെരുമാറിയ രീതികളോ അതേപടി ഇന്നത്തെ ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാൻ ഇറങ്ങിയാൽ ഈ ഭാരതീയ ന്യായ സംഹിത ഉണ്ടല്ലോ, BNS, അതിലെ വകുപ്പുകൾ തികയാതെ വരും. ഇത് പ്രാക്ടീസ് ചെയ്യാൻ ഇറങ്ങിയവരുടെ മേലെ ചുമത്താൻ വകുപ്പുകൾ ഉണ്ടല്ലോ, ഇത് പോരാ, വകുപ്പുകൾ വേറെ നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള ജീവിതമായിരുന്നു മുഹമ്മദിന്റെ. മുസ്ലിങ്ങളെ നിങ്ങളത് മനസ്സിലാക്കുക. ആധുനിക കാലത്തെ കണ്ണിലൂടെ നോക്കുമ്പോൾ അങ്ങനെയുള്ള കൊടും കുറ്റവാളിയാണ് മുഹമ്മദ്.
മുഹമ്മദ് മാത്രമല്ല സ്വഹാബിമാരും. അപ്പോൾ അതുകൊണ്ട് ഇവര് ഈ പ്രവാചക ചര്യകൾ പിൻപറ്റൂ എന്നൊക്കെ അവർ പറയുമ്പോൾ സ്റ്റേജിൽ നിന്ന് ആവേശം കൊള്ളുന്ന ഈ പണ്ഡിതന്മാരുടെ ഞാൻ പറഞ്ഞില്ലേ, ഇത് പേടിയാണ് ഇവർക്ക്. കാരണം പടച്ചോനെ, എൻ്റെ ഈ പ്രസംഗം കേട്ട് ആരെങ്കിലും നബിചര്യ ഫോളോ ചെയ്യാൻ ഇറങ്ങിയാൽ പ്രേരണാക്കുറ്റത്തിന് ഞാനും അകത്ത് കിടക്കേണ്ടി വരും, സെൻട്രൽ ജയിലിൽ കയറേണ്ടി വരുമല്ലോ എന്നുള്ള പേടി വരുമ്പോൾ ആർക്കായാലും, ആ ചിന്ത വരുമ്പോൾ ആർക്കായാലും വിറയ്ക്കും, സ്വാഭാവികമാണ്. ഇപ്പം നമുക്കറിയാം സക്കീർ നായിക്കിൻ്റെ കാര്യം. സക്കീർ നായിക്ക് വലിയ കാര്യത്തിൽ ഖുറാനിലെ ഹദീസുകളിലെയും കാര്യങ്ങളൊക്കെ വെച്ച് അങ്ങോട്ട് അടിച്ച് പ്രസംഗിച്ച് എന്തുണ്ടായി, പലയിടങ്ങളിലും ആളുകൾ പോയിട്ട് ജിഹാദ് നടത്തി. ഈ ജിഹാദ് നടത്തിയവരെയൊക്കെ പിടിച്ച് പോലീസ് പലരെയും പിടിച്ച് അറസ്റ്റ് ചെയ്തൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് സക്കീർ നായിക്കിൻ്റെ പ്രസംഗം കേട്ടിട്ടാണ് ജിഹാദ് നടത്താൻ പോയിരിക്കുന്നത്, അന്യമതസ്ഥരെ കൊല്ലാൻ പോയിരിക്കുന്നത്. പോലീസ് കേസിട്ട് സക്കീർ നായിക്ക് രാമാനം നാട് വിട്ട്, ഈ ഇന്ത്യ വിട്ട്. അതായത് ഖുറാനിലും ഹദീസുകളിലും പറഞ്ഞ കാര്യങ്ങൾ പ്രാവർത്തികമാക്കുകയോ അല്ലെങ്കിൽ അത് പ്രാവർത്തികമാക്കണമെന്ന് ആരെങ്കിലും ഉപദേശിക്കുകയോ ചെയ്താൽ അവന് ഇന്ത്യ വിടേണ്ടി വരും. അതാണ് നിങ്ങളുടെയൊക്കെ പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ. മനസ്സിലായ? ഈ ഖുറാനിലെ ഇത്തരം ആയത്തുകൾ സംസാരിക്കേണ്ടി വരുമ്പോൾ ഈ പണ്ഡിതന്മാര് ഉരുണ്ട് കളിക്കുന്ന കണ്ടില്ലേ, വല്ലാതെ വിയർക്കും. അവർ ഉരുണ്ട് കളിക്കും ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ. അതിന്റെ കാരണം ഇതാണ്, ഇവർക്ക് പേടിയാണ്. ഇത് ശരിയായിട്ടുള്ളതിന്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തിട്ട് ആരെങ്കിലും പോയി അതനുസരിച്ച് പ്രവർത്തിച്ചാൽ നബിയെ ഫോളോ ചെയ്യണം, നബിയിൽ ഉത്തമ മാതൃകയുണ്ടെന്നാണല്ലോ പറയുന്നത്. അപ്പൊ അത് ആ മാതൃക അവൻ പിൻപറ്റിയാൽ പ്രേരണാക്കുറ്റത്തിന് പണ്ഡിതനകത്ത് എടുക്കും. ഇതാണ് അവസ്ഥ. ഇവരുടെ ഗതികേട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അതായത് കിതാബിലുള്ളത് അതേപടി അനുസരിക്കാൻ പറഞ്ഞാൽ പണ്ഡിതൻ അകത്ത്, കിതാബിലുള്ളത് അതുപോലെ തന്നെ അനുസരിച്ചാൽ അനുയായിയും അകത്ത്. ഇതെന്തൊരു ഗതികെട്ട ജീവിതമാണ് പടച്ചോനെ. ഇതാണ് ഇവരുടെ സ്ഥിതി. ഇനി മൂന്നാമത്തെ കാര്യം, മതവികാരം വ്രണപ്പെടുത്തലും വിദ്വേഷ പ്രസംഗവും. IPC 295A. ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ മതത്തെയോ മതവിശ്വാസങ്ങളെയോ മനഃപൂർവ്വവും ദുരുദ്ദേശപരവുമായി അപമാനിക്കുകയോ വ്രണപ്പെടുത്തുകയോ പ്രകോപിപ്പിക്കുകയോ ചെയ്യുക എന്നുള്ളതാണ് ഈ വകുപ്പിൽ വരുന്നത്. അങ്ങനെയുള്ളതിന് എതിരായിട്ടുള്ള വകുപ്പാണത്. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടാൽ, ഈ ആയത്തിൽ കണ്ടാൽ, അന്യമതസ്ഥരെ കേവലം ശത്രുക്കളായി ചിത്രീകരിക്കുകയും അവരുടെ വിശ്വാസങ്ങൾ ഉപേക്ഷിക്കാൻ നിർബന്ധിക്കുകയും ചെയ്യുന്നത് ഈ വകുപ്പിന്റെ പരിധിയിൽ വരും. ഈ കുറ്റം തെളിയിക്കപ്പെടുന്ന വ്യക്തിക്ക് 3 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ശിക്ഷയായിട്ട് ലഭിക്കാം. 4, അക്രമത്തിന് പ്രേരിപ്പിക്കൽ. IPC 505 അതിന്റെ ഉപവകുപ്പ് 2. മതം, വംശം, ജാതി അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി എന്നിവയുടെ പേരിൽ ആളുകൾക്കിടയിൽ വിദ്വേഷവും ശത്രുതയും ഉണ്ടാക്കാൻ ലക്ഷ്യമിട്ടുള്ള വ്യാജ വാർത്തകളോ കിംവദന്തികളോ നിർമ്മിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുക എന്നുള്ളതാണ് ഈ വകുപ്പിൽ വരുന്നത്. ഈ കുറ്റം തെളിയിക്കപ്പെട്ടാൽ 3 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ശിക്ഷയായിട്ട് ലഭിക്കും. ഇനി ആരാധനാലയങ്ങളിലോ അല്ലെങ്കിൽ മതപരമായ ചടങ്ങുകൾ നടക്കുന്ന സ്ഥലത്തോ വെച്ചാണ് ഈ കുറ്റം ചെയ്യുന്നതെങ്കിൽ ശിക്ഷ പിന്നെയും കൂടും. അത് 5 വർഷം വരെ തടവ്, അതനുസരിച്ചുള്ള പിഴയും വർദ്ധിക്കുകയും ചെയ്യും. അതായത് മുസ്ലിങ്ങളെ, നിങ്ങളുടെ മോസ്കിൽ വെച്ച് മൊല്ലാക്ക ഈ ആയത്ത് പ്രസംഗിച്ചാൽ 5 കൊല്ലം വരെ അകത്ത് കിടക്കും. മനസ്സിലായ? മോസ്കിൽ വെച്ച് പ്രസംഗിച്ചാലേ 5 കൊല്ലം വരെ അകത്ത് കിടക്കും. ആ രീതിയിലാണ് ഇന്ത്യൻ പീനൽ കോഡ് എഴുതിയ തോമസ് ബാബിങ്ടൺ മെക്കാളയും ഇന്ത്യൻ ഭരണഘടന എഴുതിയ ഡോക്ടർ അംബേദ്കറും നിങ്ങൾക്ക് പണി തന്നിരിക്കുന്നത്. ഖുറാനിൽ നമ്മൾ നസ്ക് എന്ന് പറയുന്ന ഒരു സംഗതി കാണുന്നുണ്ട്. ഈ നസ്ക് എന്ന് വെച്ചാൽ അള്ളാഹു, ഇവരുടെ വിശ്വാസം അനുസരിച്ച് സർവജ്ഞാനിയായ അള്ളാഹു, ഭൂതകാലവും വർത്തമാനകാലവും ഭാവി കാലവും ഒരുപോലെ കാണുന്ന, ഒരുപോലെ അറിയാൻ കഴിയുന്ന സർവജ്ഞാനിയായ അള്ളാഹു ഇതാ മുഹമ്മദിന് ഒരു നിയമം അവതരിപ്പിക്കുകയാണ്. നിയമം അവതരിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അള്ളാഹ്ക്ക് മനസ്സിലാകുന്നത് ഇതിന് പോരായ്മയുണ്ട്, ഈ നിയമത്തിൽ കുറേ പ്രശ്നങ്ങളുണ്ട്, പോരായ്മയുണ്ട്, അതുകൊണ്ട് വേറെ നിയമം വേണം. ഇത് അല്ലെങ്കിൽ ഒരു ആയത്ത് അവതരിപ്പിക്കുന്നു, ആ ആയത്തിന് പോരായ്മയുണ്ട്, വേറെ ആയത്ത്, ആദ്യത്തെ ആയത്ത് റദ്ദ് ചെയ്ത് കളഞ്ഞിട്ട് വേറെ ആയത്ത് ഇറക്കുകയാണ്. പക്ഷെ കുറച്ചാൾ കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഈ ആയത്തിനും പ്രശ്നമുണ്ട്. അപ്പോൾ അല്ലാഹു എന്ത് ചെയ്യുന്നറിയോ, വീണ്ടും അത് റദ്ദ് ചെയ്യും. അതായത് ആദ്യം ഒരിക്കൽ റദ്ദ് ചെയ്തു, പുതിയത് ഇറക്കിയാണ്, അതിനും പ്രശ്നം, അത് റദ്ദ് ചെയ്തിട്ട് അടുത്തത് കൊണ്ടുവരും. കുറേ കാലം കഴിഞ്ഞപ്പോൾ മനസ്സിലായി, ഈ പുതുതായിട്ട് കൊണ്ടുവന്ന നിയമവും നടപടിയാവില്ല, സംഗതി പോക്കാണ്. അപ്പോൾ അള്ളാഹു വീണ്ടും അത് റദ്ദ് ചെയ്യും, എന്നിട്ട് അടുത്ത നിയമം കൊണ്ടുവരും. ആയത്തുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇത് നമ്മൾ ഇസ്ലാമിൻ്റെ ചരിത്രമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ രസമാണ്. മുഹമ്മദിന്റെ ജീവിതകാലത്ത് പല വട്ടം ഖുർആൻ ഇങ്ങനെ തിരുത്തി എഴുതപ്പെട്ടിട്ടുണ്ട്. ആദ്യം ഒരെണ്ണം കൊണ്ടുവരുന്നു, അത് ശരിയാവില്ല എന്ന് കാണുമ്പോൾ അത് മാറ്റി അടുത്ത ആയത്ത്, മലക്ക് വന്ന് അടുത്ത ആയത്ത് പറഞ്ഞു കൊടുക്കും, അതാണ്. പിന്നെ അത് ശരിയാവില്ല, അടുത്ത ആയത്ത്, ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ മുഹമ്മദ് മരിക്കുന്നത് വരേക്കും ഖുർആൻ ഒരു സ്ഥിരതയോ ആധികാരികതയോ ഉണ്ടായിരുന്നില്ല.
കാരണം എപ്പോൾ വേണമെങ്കിലും ഇത് മാറാം. മലക്ക് എപ്പോൾ വേണമെങ്കിലും ആയത്ത് കൊണ്ടുവരാം. അപ്പോൾ പിന്നെ നിലവിലുള്ളത് റദ്ദ് ചെയ്യപ്പെടാം. അപ്പോൾ അതുകൊണ്ടാണ് മുഹമ്മദിന്റെ കാലഘട്ടത്തിൽ ഇവരൊന്നും ഇതിന് വലിയ വില കൽപ്പിക്കാതിരുന്നത്. ഇതൊന്നും പുസ്തക രൂപത്തിലാക്കണമെന്ന് പോലും ഇവർക്ക് തോന്നിയില്ലല്ലോ. അതിന്റെ കാരണം ഇത് എപ്പോഴും മാറ്റാം. എന്തിനാ കഷ്ടപ്പെട്ട് എഴുതുന്നത്? എഴുതി വെച്ച് കഴിഞ്ഞതിന് ശേഷം നാളെ ഇത് മാറ്റി കളയണ്ടല്ലേ? അപ്പൊ വേണ്ട എന്ന് വെച്ച് വിടുക ചെയ്തത്. ഇവരുടെ പുസ്തകത്തിന്റെ ചരിത്രമൊക്കെ ബഹുരസമാണ്. അങ്ങനെയുള്ള കിതാബാണത്. അപ്പൊ ഏതായാലും ഈ അള്ളാഹു ഇങ്ങനെ ആയത്തുകൾ റദ്ദ് ചെയ്യില്ലേ, ഈ റദ്ദ് ചെയ്യുന്ന പരിപാടിക്കാണ് നസ്ക് എന്ന് പറയുന്നത്. നസ്ക് ക്യാൻസൽ ചെയ്ത് കളയുക. അപ്പോൾ മുസ്ലിങ്ങൾ പറയുന്നത് മുഹമ്മദ് നബിയുടെ മരണം വരെ മാത്രമേ നസ്ക് ഉണ്ടായിരുന്നുള്ളൂ എന്നാണ്. കാരണം മുഹമ്മദ് മരിച്ചതിന് ശേഷം പിന്നെ ജിബ്രീലിന്റെ വഹിയും ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അതുവരെ ഉള്ളൂ നസ്ക്, മുഹമ്മദ് മരിക്കുന്നത് വരെ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, ഉമറിന്റെ കാലത്ത് ഉമർ ചില ആയത്തുകൾ നസ്ക് ചെയ്തിട്ടുണ്ട്. ഉസ്മാന്റെ കാലത്ത് ഇഷ്ടം പോലെ ആയത്തുകളാണ് നസ്ക് ചെയ്തിരിക്കുന്നത്. ഉസ്മാൻ ഖലീഫ ആയിരിക്കുമ്പോൾ ഈ ഉസ്മാനെ കൊല്ലുന്നതിന്റെ ഒരു കാരണം തന്നെ അതാ. ഉസ്മാനെ കൊന്നത് പുറമേ ഉള്ളവരൊന്നും അല്ല, മുസ്ലിങ്ങളാണ്. വെറും മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ പോരാ, ഉസ്മാൻ 3-ാം ഖലീഫയാണ്. ഉസ്മാനെ കൊന്നത് 1-ാം ഖലീഫ അബൂബക്കറിന്റെ മകനാണ് ഉസ്മാനെ കൊല്ലാൻ പ്രധാന കാരണം ഈ ഖുറാനിൽ ഇങ്ങനെ ഖുറാൻ നാശാഘോഷം വരുത്തി എന്നും പറഞ്ഞിട്ടാണ്. മനസ്സിലായോ? കുറെ ആയത്തുകൾ ആ സമയത്ത് തന്നെ ഉസ്മാനിയ ഖുറാൻ എന്ന് പറയുന്നുണ്ടല്ലോ, ഉസ്മാന്റെ കൽപ്പനയാൽ എഴുതിയുണ്ടാക്കിയ ഖുറാനുകൾ. അതിനെതിരെ അക്കാലഘട്ടത്തിൽ ഇബ്നു മസൂദ് അടക്കമുള്ള പല ആൾക്കാരും സംസാരിക്കുന്നുണ്ട്. എന്റെ കൈവശമുള്ള ഖുറാനിലെ പല ആയത്തുകളും അതിൽ കാണുന്നില്ലല്ലോ എന്ന്, എന്റെ കയ്യിൽ ഇല്ലാത്ത പല ആയത്തുകളും അവിടെ കാണുന്നുണ്ടല്ലോ എന്ന് കുറെ പേര് പറഞ്ഞിട്ടുണ്ട്, ഒരാളൊന്നും അല്ല. അപ്പൊ ഞാൻ പറഞ്ഞത് നസ്ക് എന്ന് പറയുന്നത് അത് മുഹമ്മദിന്റെ കാലത്ത് മാത്രമല്ല, അത് ഉമറിന്റെ കാലത്തും ഉസ്മാന്റെ കാലത്തും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ അതല്ല നമ്മുടെ ഇവിടുത്തെ വിഷയം, അതുകൊണ്ട് ഞാൻ വിടുകയാണ്. പക്ഷെ അത് രസകരമായ വിഷയമാണ്, ഈ ഖുറാന്റെ ക്രോഡീകരണ ചരിത്രം. ഇവിടുത്തെ വിഷയം ഇപ്പോഴത്തെ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണല്ലോ. ഈ ആധുനിക കാലത്ത് ഇന്ത്യൻ പീനൽ കോഡ് എഴുതിയ തോമസ് ബാബിങ്ടൺ മെക്കാളയും ഇന്ത്യൻ ഭരണഘടന എഴുതിയ ഡോക്ടർ ഭീംറാവു അംബേദ്കറും ഖുറാൻ ആയത്തുകളെ നസ്ക് ചെയ്തിരിക്കുകയാണ്, അഥവാ റദ്ദാക്കിയിരിക്കുകയാണ്. അത് ഖുറാനിൽ നിന്ന് ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത്. ഇവിടെ ഇന്ത്യയിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളുടെ ജീവിതത്തിനെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ നോക്കുമ്പോൾ ഈ ആയത്തുകളൊക്കെ ഇവർ ഇന്ത്യൻ പീനൽ കോഡ് അല്ലെങ്കിൽ ഇപ്പൊ ഭാരതീയ ന്യായ സംഹിത ആയാലും ഭരണഘടനയായാലും നസ്ക് ചെയ്തിരിക്കുകയാണ്. മുസ്ലിങ്ങൾക്ക് ഇന്ത്യയിൽ സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ അത് അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ ആയത്തുകൾ അനുസരിച്ചുകൊണ്ട് അങ്ങനെ ജീവിക്കാൻ പറ്റില്ല. അത് മെക്കാളയും അംബേദ്കറും നസ്ക് ചെയ്തു, റദ്ദ് ചെയ്തിരിക്കുകയാണ്. പകരം അവിടെ ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യൻ പീനൽ കോഡും ഇപ്പോഴാണെങ്കിൽ ഭാരതീയ ന്യായ സംഹിതയും വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ പകരം വെക്കുന്ന പരിപാടിക്ക് പറയുന്ന പേരാണ് മൻസൂഖ്. നസ്ക് എന്ന് പറഞ്ഞാൽ റദ്ദ് ചെയ്യുക, മൻസൂഖ് എന്ന് പറഞ്ഞാൽ പകരം വെക്കുന്ന സാധനമാണ്. അപ്പോൾ ഖുറാനകത്ത് വേറെ വേറെ ആയത്തുകളാണ് വന്നുകൊണ്ടിരുന്നത് മൻസൂഖ് ചെയ്തത്. എന്നാൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് മൻസൂഖ് ചെയ്തിരിക്കുന്നത്, റീപ്ലേസ് ചെയ്തിരിക്കുന്നത് ഭാരതീയ ന്യായ സംഹിത, ഇപ്പോൾ മുൻപ് ഇന്ത്യൻ പീനൽ കോഡ്, അതുപോലെ ഭരണഘടന, ഇതൊക്കെയാണ്. ഇത് എന്തൊരു ഗതികെട്ട അവസ്ഥയാണെന്ന് നോക്കിയേ. സ്വന്തം മതഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്ത് ജീവിക്കാൻ പറ്റുന്നില്ല. ഫോളോ ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ അകത്ത് കിടക്കേണ്ടുന്ന സ്ഥിതി, പോലീസ് അന്വേഷിച്ച് വീട്ടിൽ വരും, അല്ലെങ്കിൽ NIA അന്വേഷിച്ച് വരുന്ന അവസ്ഥ. എന്തൊരു ഗതികെട്ട ജീവിതം. ഈ ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ ഒരു പുരാതന മതഗ്രന്ഥത്തെയോ ചരിത്രരേഖയെയോ അത് എഴുതപ്പെട്ട കാലഘട്ടത്തിന്റെ പശ്ചാത്തലത്തിലാണ് സാധാരണയായിട്ട് സർക്കാരായാലും കോടതിയായാലും കാണാറുള്ളത്. അപ്പൊ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ശരി അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ, നമ്മളതൊന്നും ചെയ്യാൻ പോണ്ട എന്നുള്ളത് പറയും. പക്ഷെ അത് ഫോളോ ചെയ്യാൻ നോക്കിയാൽ പ്രശ്നമാണ്. മുസ്ലിങ്ങളെ നിങ്ങളുടെ കിതാബിനകത്ത് മാത്രം ഈ ആയത്തുകൾ ഇരുന്നാൽ പ്രശ്നമില്ല. ഇതൊരു മുസ്ലിം അല്ലെങ്കിൽ ഒരു മുസ്ലിം സംഘടന ഇത് പ്രാക്ടീസ് ചെയ്യുകയോ വേറെ ആൾക്കാരുടെ, ഒരു മുസ്ലിമിനോടോ അല്ലെങ്കിൽ മുസ്ലിം സംഘടനകളോ അല്ലെങ്കിൽ മൊത്തം മുസ്ലിങ്ങളോടോ ഈ ആയത്തുകൾ പ്രാക്ടീസ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയോ ചെയ്താൽ, അപ്പൊ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, IPC 153A, IPC 295A, IPC 505, IPC 115, IPC 506 തുടങ്ങിയ പല വകുപ്പുകൾ പ്രകാരം അവർക്കെതിരെ കർശനമായിട്ടുള്ള ക്രിമിനൽ കേസ് വരും, സർക്കാർ കേസെടുക്കും. പിന്നെ ഭരണഘടനയുടെ ലംഘനമുണ്ട്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 ഉണ്ട്. ഒരു ഇന്ത്യൻ പൗരന് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും അത് ആചരിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യം, അതാണ് ആർട്ടിക്കിൾ 25. അതായത് മതസ്വാതന്ത്ര്യം ഉറപ്പ് നൽകുന്ന ആർട്ടിക്കിളാണ് അത്. അതിന്റെ ലംഘനമാണ് ഈ സൂറ 9:5. കാരണം ബഹുദൈവ വിശ്വാസിയോട് പറയുന്നത് മതം മാറിയില്ലെങ്കിൽ തട്ടിക്കളയുന്നതാണല്ലോ. അപ്പൊ 25 അവിടെ വരുന്നില്ല. അതുപോലെ തന്നെ 21, ആർട്ടിക്കിൾ 21 ഉണ്ട്. ഇത് ജീവിക്കാനുള്ള അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശമാണ്, സമാധാനപൂർണമായിട്ട് അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശം. ഇത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമല്ല വിദേശികൾക്കും ഒരുപോലെ ബാധകമായിട്ടുള്ള അല്ലെങ്കിൽ ലഭ്യമായ അവകാശമാണ്.
അടിയന്തരാവസ്ഥ കാലത്ത് പോലും റദ്ദാക്കപ്പെടാത്ത അവകാശമാണിത്. കാരണം ഇത് മൗലികമായിട്ടുള്ള അവകാശം റദ്ദാക്കാൻ പറ്റില്ല എന്ന് ഇന്ത്യൻ ഭരണഘടനയെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയുടെ ഈ 2 ആർട്ടിക്കിളുകളുടെയും നഗ്നമായ ലംഘനമാണ് സൂറ 9-5. ആ ഖുറാനായത്ത് ആരെങ്കിലും ഇന്ത്യയിൽ പ്രായോഗികമാക്കാൻ ശ്രമിച്ചാൽ അത് ഇന്ത്യൻ നിയമപ്രകാരം കടുത്ത ശിക്ഷ ലഭിക്കാവുന്ന രാജ്യദ്രോഹ കുറ്റമായി പരിഗണിക്കപ്പെടും. അത്രയും ഗൗരവമുള്ളതാണ് സൂറ 9-5 പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിച്ചാലുള്ള പ്രശ്നം. അപ്പൊ അങ്ങനെയുള്ള ഒരു ആയത്തിനെ മനുഷ്യരാശിക്ക് ഭീഷണിയാണിത് എന്നല്ലാതെ വേറെ എന്താണ് ഒരു ന്യായാധിപന് പറയാൻ കഴിയുക അങ്ങനെയുള്ള ഒരു ആയത്തിന്?